അടിപൊളി പ്രവാസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അത് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലോ? ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ചിക്കൻ കറി കൂട്ടിയിട്ടുണ്ടാവുമെന്ന്. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പൊളിയാണ്. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മളെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിവിടെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1.5 ഉള്ളിയാണ് കേട്ടോ. 1.5 ഉള്ളിയും ഒരു ഉള്ളിയും പിന്നെ ഒരു പകുതി ഉള്ളിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു മുളക് ചാടിപ്പോയി ഗെയ്സ്. ഒരു ചാടിപ്പോയ മുളക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷോട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ ഗെയ്സ്. കാരണം ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു കൈ കൊണ്ട് കുക്കിങ്ങും എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തത് ഞാൻ അവിടെ ചേർക്കാൻ പോകുന്ന 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളിയാണ്. അതും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ 1 മിനിറ്റ് ചിക്കൻ കറി 5 മിനിറ്റ് ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ ഇത് വഴറ്റിയെടുക്കാനുള്ള ടൈം ഇവിടെ നമ്മൾ ലാഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്നറിയോ? ജസ്റ്റ് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക? തുറന്ന് നോക്കാം. ഇവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. ഒന്ന് ഇളക്കി വെക്കാം. ഇപ്പം എന്തുണ്ട് കാര്യം? 2 ഉണ്ട് കാര്യം. ഒന്ന് നമ്മളിങ്ങനെ കൈ ഇരുന്ന് ഇങ്ങനെ ഇളക്കി നമ്മുടെ കൈയൊന്നും കടയിക്കേണ്ട. പിന്നെ ഒന്നാമത് സമയലാഭം. അങ്ങനെ 2 ഉണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിൽ സ്പൈസസ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കാം. എന്തായാലും ഞാൻ ഫോണൊക്കെ ഒന്ന് മാറ്റി പിടിക്കട്ടെ. എനിക്ക് 2 കൈയും കൊണ്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ കണ്ട ഒരു ഉണ്ട പരിവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യലുണ്ട്. ആ സാധനമാണ് അടുത്തത് ഐറ്റം. നല്ല കുമ്പളങ്ങ നന്നായിട്ടാക്കി കേട്ടോ. ഇനി ഈ കറിയുടെ ടേസ്റ്റ് മാറ്റുന്ന ഒരേ ഒരു ഐറ്റം ചിക്കൻ. ഇത് നമുക്ക് തട്ടിക്കൊടുക്കാം. ഞാൻ നന്നായി മിക്സാക്കി വെച്ചേ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. കറിവേപ്പില. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ഫ്ലേവർ. അപ്പം ഞാൻ കുറച്ച് കൂടുതലിടും. ഇനി അത് ഇരുന്നിട്ട് കുറച്ചൊന്ന് വെള്ളം ഇറങ്ങട്ടെ. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. ഇതിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എത്ര ചാറ് വേണോ അത്ര വെള്ളം ഒഴിക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. നമ്മളെ സ്വാദിഷ്ടമായ 5 മിനിറ്റുള്ള ചിക്കൻ കറി റെഡി. നമ്മുടെ ഇവിടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തിളച്ചുകൊണ്ടിരിക്കണുണ്ടോ? ഇനി ഇതിലേക്ക് ഞാനിവിടെ ഗരം മസാലയാണ് ഇടുന്നത് കേട്ടോ. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണ് ഗരം മസാല. അവസാനം കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഒരുമിച്ച് പൊടിച്ച് വെച്ചാൽ അത് ഒരു 1/2 ടീസ്പൂൺ ഇടാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്ക് മക്കളെ. നിങ്ങൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കൂ. ഈ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ ഡാൻസ് ഉണ്ടേ. അത് കാണാൻ മറക്കരുത്. എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി.